എന്നിട്ട് അവരെന്ത് ചെയ്തു? നുണ പറഞ്ഞു. അനനിയാസ് എന്നൊരാളും അവന്റെ ഭാര്യ സഫീറയും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു. വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു. ബാക്കി അപ്പസ്തോലന്മാരുടെ കാൽക്കീഴിൽ സമർപ്പിച്ചു. പത്രോസ് ചോദിച്ചു, അനനിയാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരു അംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിരവധി വ്യക്തികൾ സാമ്പത്തിക മേഖലയിൽ പ്രതിസന്ധി മൂലം തകർന്ന തരിപ്പണമായി പല പ്രശ്നങ്ങളിലും അകപ്പെട്ട് പലരും വിളിക്കുന്നുണ്ട്. ഇവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളൊക്കെ രക്ഷപ്പെടാത്തതിന്റെ കാരണം എന്നാണെന്നറിയോ? നിങ്ങൾ സമ്പാദിച്ച സ്വത്ത്, നിങ്ങൾ നേടിയെടുത്ത ധനം, അത് നിങ്ങളുടെ കഴിവുകൊണ്ടാണ്, നിങ്ങളുടെ മികവുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ആ ഉണ്ടാക്കിയ സ്വത്തിന്റെ ആ ഒരു ധനത്തിന്റെ അതിൽ 10 ഓഹരി ദൈവമഹത്വത്തിനായിട്ട് നിങ്ങൾ കൊടുക്കാതെ അതും കൂടെ നിങ്ങൾ മാറ്റി വെക്കുമ്പോൾ, ഒരു വ്യക്തി എന്നോട് പങ്കുവെച്ചതാണ്, വിദേശത്ത് 20 വർഷത്തോളം ജോലി ചെയ്തിട്ട് ഉണ്ടാക്കിയ ധനം, അതിൽ 1 കോടി രൂപ ഒരു സ്ഥലത്ത് ഒരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു. അവരുടെ ബന്ധത്തിൽ ഒരു വ്യക്തി വളരെ തന്ത്രപൂർവ്വം ഒരു രേഖ പോലും കൊടുക്കാതെ ആ പൈസ വായ്പയായിട്ട് മേടിച്ചെടുത്ത് അത് പിന്നെ ഇന്ന് വരെ ആ പൈസ കൊടുത്തിട്ടില്ല. അവര് സാമ്പത്തികമായിട്ട് തകർന്നുപോയി എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു പൈസ പോലും ദാനം ചെയ്യാതെ ദൈവമഹത്വത്തിനായിട്ട് കൊടുക്കാതെ ഇങ്ങനെ തൊരുക്കൂട്ടി വെക്കുന്നതെല്ലാം എന്ത് ചെയ്യും? അവസാനം ഈ വെള്ളപ്പൊക്കം പോലെ ഒരുമിച്ചൊരു പോക്കങ്ങ് പോകും. അപ്പം ഇവിടെ എന്ത് സംഭവിച്ചു? പത്രോസിന്റെ മുമ്പിൽ ആദ്യം ഭർത്താവും പിന്നെ ഭാര്യയും മരിച്ചു വീണു. അതാണ് അവിടെ സംഭവിച്ചത്. നുണ പറഞ്ഞതിനെ ചൊല്ലി, പരിശുദ്ധാത്മാവിനോട് നുണ പറഞ്ഞതിന് അവർ ആ നിമിഷം തന്നെ അവരുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ദൈവസന്നിധിയിൽ ദൈവമഹത്വത്തിനായിട്ട് നമ്മൾ സമ്പത്ത് പങ്കുവെക്കാതെ നമ്മൾ മാറ്റിവെച്ച് നമ്മുടെ സ്വാർത്ഥപരമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറിക്കിട്ടണം. നമുക്ക് സമാധാന, സ്വസ്ഥത, ദൈവത്തിൽ നിന്ന് എല്ലാ അനുഗ്രഹം വേണം. പക്ഷെ ദൈവമഹത്വത്തിനായിട്ട് ഒരു സഹായം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. ദൈവമഹത്വത്തിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ദൈവദാസനെ, ദൈവമകനെ ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പൈസ ഒരു ദാനം ചെയ്ത് സഹായിക്കാൻ നമുക്ക് മനസ്സില്ല. പിന്നെ നമ്മൾ എങ്ങനെ ആത്മീയമായിട്ട് നമ്മൾ എങ്ങനെ മരിക്കാതിരിക്കും? നമ്മൾ ആത്മീയമായിട്ട് എങ്ങനെ മരിക്കാതിരിക്കും? ഇവിടെ സഫീറയും അനനിയാസും മരിച്ചു വീണെന്ന് പറയുന്നു. ഇന്ന് പലരും മനസ്സുകൊണ്ട് മരിച്ച അവസ്ഥയിലാണ്. 1 കോടി രൂപ വഞ്ചിക്കപ്പെട്ട് നഷ്ടപ്പെട്ട ആ ഒരു കുടുംബം അവർ മരിച്ച അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സായാഹ്നത്തില് ദൈവത്തിന്റെ നാമത്തില് നിങ്ങളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ അന്യായമായിട്ട് ദൈവകൃപയ്ക്ക് വിപരീതമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പൈസ പോലും നിങ്ങൾ ദൈവമഹത്വത്തിനായിട്ട് ദൈവനാമത്തിൽ നിങ്ങൾ ആർക്കും കൊടുക്കണ്ട. അത് ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാക്കപ്പെടുകയില്ല. നിങ്ങളുടെ പാപത്തിന് അവിടെ ഒരു പരിഹാരം കിട്ടുകയുമില്ല. ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിലും, നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ, നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പുതിയൊരു കൃപ തരട്ടെ, പുതിയൊരു വഴി തെളിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.